റമളാനായി, നോമ്പും തുടങ്ങി. ഇന്ന് ഫസ്റ്റ് നോമ്പിൻ്റെ അത്താഴത്തിന് വേണ്ടിയിട്ട് രാവിലെ ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ എണീച്ച് താളിച്ചതും പപ്പടവും അച്ചാറൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ച്, പിന്നെ നിസ്കാരവും കുറച്ചൊക്കെ ഊതുകയൊക്കെ ചെയ്ത് രാവിലത്തെ പണികളും കുറച്ചൊക്കെ ഫ്രോസൺ ഫുഡ്സൊക്കെ സിബ്ലോ കവർക്ക് മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു 3 മണിയായപ്പം ഫസ്റ്റ് തന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കി വെച്ച്. ഇതിൽ ഫ്രൂട്ട്സ് ഒന്നും ഇടുന്നില്ല, ഡ്രിങ്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് പിന്നെ വാട്ടർമെലൺ ജ്യൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ജ്യൂസിന് മാത്രമല്ല, കട്ട് ഫ്രൂട്ട്സിനായിട്ടും ഇത് വേണം. അപ്പം ഞാൻ കുറച്ച് വലുതായിട്ടൊക്കെ മുറിച്ച്, എന്നിട്ട് ഫസ്റ്റ് ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തത് കട്ട് ഫ്രൂട്ട്സിനും വേണ്ടിയിട്ട്. കുറച്ച് തണുത്ത കട്ട് ഫ്രൂട്ട്സ് വേണമെന്ന് വെച്ചിട്ട് അതിനും ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്രിഡ്ജ് പണി മുടക്കി. ഇനി എൻ്റെ ഫ്രോസൺ ഫുഡ്സൊക്കെ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ തൽക്കാലം ആ ഒരു തണുപ്പ് തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ പഞ്ചസാരയൊക്കെ വെച്ച് ഞാനത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് കയറ്റിയിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് പത്തിരി ഉമ്മച്ചിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനും ഉമ്മച്ചി അത് വാട്ടി അത് കുഴച്ചൊക്കെ ചെയ്തിട്ട് പത്തിരി, നല്ല നൈസ് പത്തിരി ഉമ്മച്ചി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് എനിക്കധികം നോക്കേണ്ടി വന്നിട്ടില്ല. അത് ഉമ്മച്ചി തന്നെ ഫുൾ ചെയ്ത്. പിന്നെ ഉമ്മച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി വെക്കാൻ കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും മിൻ്റൊക്കെ വെച്ചിട്ട് ആ ചമ്മന്തി ഉണ്ടാക്കി വെച്ച്. പിന്നെ ഇത് ചിക്കൻ കറിയാണ്, ഇതിൽ തേങ്ങ അരക്കായത്. അപ്പോൾ പത്തിരിയും തേങ്ങ അരച്ചത് ചിക്കൻ കറിയുമാണ്. പിന്നെ എനിക്ക് കുരുമുളക് പൊടിക്കാനുണ്ടായിരുന്നു, പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പൊടിച്ച് എനിക്ക് വേണ്ടിയിരുന്നേ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കപ്സയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കുക. ഈ കപ്സയൊക്കെ എന്ന് പറഞ്ഞാൽ ഓയിലിലോട്ട് ഹോൾ സ്പൈസസ് ഇട്ടൊന്ന് വാട്ടിയിട്ട് ഉള്ളിട്ട് വാട്ടും. പിന്നെ അതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇടുന്നതിന് മുന്നേ നമ്മൾ മസാലകൾ ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അതിലേക്ക് വേറൊന്നുമല്ല, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതിട്ടിട്ട് നല്ല വാട്ടിയെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ തക്കാളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് വാടിക്കഴിഞ്ഞിട്ട് അങ്ങനെ ഈ തക്കാളി പേസ്റ്റ് ഇട്ട് നല്ലോണം ഇതൊന്ന് ഇതായി വരുമ്പോൾ കുറച്ച് മധുരത്തിന്, ഇത് ഓപ്ഷണലാണ്, ഞാൻ ആഡ് ചെയ്തതാണ് ടൊമാറ്റോ പേസ്റ്റ്. അതും ഇട്ടിട്ട് നമ്മൾ പിന്നെ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്തു. നല്ലോണം ഇതിൽ ചിക്കനിൽ എല്ലായിടത്തേക്കും മസാല പിടിക്കണം. അങ്ങനെ നല്ലോണം ഞാൻ ഇളക്കി കൊടുത്ത് അതിലേക്ക് എന്നിട്ട് വെള്ളം ഒഴിച്ച്, ഇത് വേവാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച്. പിന്നെ ഈ ചിക്കൻ ഇടാണ്ട് നമുക്ക് മാഗി ക്യൂബ് ഇട്ടിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ വേറെ തന്നെ മാരിനേറ്റ് ചെയ്യേണ്ടി വരും. അത് അടച്ച് വെച്ച് തിളച്ചതിന് ശേഷം, വെന്തതിന് ശേഷം ഈ ചിക്കൻ ഞാനെടുത്ത് മാറ്റി. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടോ, അരിക്ക് പാകത്തിനുള്ള. എന്നിട്ട് അതൊന്ന് തിളവെട്ടി വരുമ്പോൾ ഗീ ഇട്ടിട്ട് നമ്മൾ ഇതിലോട്ട് റൈസ് നേരത്തെ ഞാൻ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുതിർത്തി വെച്ച ബസ്മതി റൈസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് അത് നല്ല ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കുക. പിന്നെ അതൊന്ന് വേവാൻ ഇതാക്കണം. ഞാനിവിടെ 2 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളമാട്ടോ വെച്ചത്. അത് കറക്റ്റായിരുന്നു. ഞാൻ കൂടിപ്പോയെന്ന് വിചാരിച്ചു, പക്ഷെ കറക്റ്റായിരുന്നു. എന്നിട്ട് നേരത്തെ നമ്മളെടുത്ത് മാറ്റി വെച്ച ചിക്കനിലോട്ട് നേരത്തെ എടുത്ത ആ ഒരു മസാല തന്നെ, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഓപ്ഷണലായിട്ടാണ് ഞാൻ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് അത് എന്നിട്ട് മാരിനേറ്റ് ചെയ്യാൻ കുറച്ച് നേരം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് ഞാനൊന്ന് ഈ കോട്ടിംഗ് ഒന്ന് ഫ്രൈ ആവണ വരെ, ഈ നേരത്തെ ആഡ് ചെയ്തത് ഫ്രൈ ആവണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്ത്, എന്നിട്ട് അപ്പോഴേക്കും നമ്മൾ അരിയൊക്കെ ഏകദേശം വെന്ത് നല്ല വന്നിട്ടുണ്ടായി. അതിലേക്ക് ചിക്കൻ വെച്ച് കുറച്ച് കൊറിയാണ്ടർ ലീഫ് ഇട്ടിട്ട് ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ ദമ്മിട്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മണി 6:10 ആവാനായപ്പോഴേക്കും ഞങ്ങൾ ഈ ഫ്രോസൺ ഫുഡ്സ് പൊരിക്കാൻ നോക്കിയിട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഫ്രിഡ്ജ് കുറച്ച് പണി പറ്റിച്ചതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി എന്നല്ലാതെ ബാക്കി കാര്യത്തിലൊക്കെ സാധനം അടിപൊളിയായിരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടൊക്കെ തിരിച്ചിട്ടും കുറച്ച് സാധനം കൂടി ഇന്ന് കബാബും സമൂസയും ഉന്നക്കായ മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് പിന്നെ ആ കോഴിയടൻ്റെതാട്ടോ, അതിങ്ങനെ ഈ പരിവായിപ്പോയി. അങ്ങനെ നോമ്പ് തുറക്കാൻ നേരം ആകുമ്പോഴേക്കും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. കപ്സയും ചിക്കൻ കറിയും നേരത്തെ ആ ചമ്മന്തി വെച്ചിട്ടുണ്ടായിരുന്നു, അട കേട്ടോ അതും പത്തിരിയും കട്ട് ഫ്രൂട്ട്സും ഒക്കെ. ഈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ചമ്മന്തി വെച്ചിട്ടുള്ള അട. അതെന്തായാലും ഞാൻ അടുത്ത വട്ടം റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നോമ്പ് തുറന്ന് വെള്ളം കൊണ്ടാണ് തുറന്ന് ഈത്തപ്പഴം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ഫ്രൂട്ട്സും കടികളും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ച്
ആ ചമ്മന്തി വെച്ചിട്ടുള്ള ആ ഒരു ഡിഷിൻ്റെ ടേസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു, ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഇതാക്കാൻ. അപ്പോൾ അടുത്ത വട്ടം എന്തായാലും ഞാൻ അത് എന്തായാലും റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറും കഴിച്ച് ഈ വട്ടം നോമ്പിന് അനിയനും അനിയത്തിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കിന് പോയിക്കാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ അല്ല, ഓല് ഷാർജയിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറിയ നോമ്പ് തുറ കഴിഞ്ഞ്. അപ്പോൾ അത്രയേ ഉള്ളൂ.